ഹലോ, നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ മണ്ഡല ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. മണ്ഡല ആർട്ട് ഇപ്പം ഏകദേശം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ റഫായിട്ട് അതിൻ്റെ ഒരു രൂപം വരച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് സർക്കിൾസും ഡിസൈൻസും പാറ്റേൺസും കളേഴ്സും വരുന്ന ഒരു ആർട്ടാണ് മണ്ഡല ആർട്ട്. അപ്പോൾ അതിന് നമ്മളിതാ ഇതുപോലെ സർക്കിൾസ് വരച്ചിട്ട് ഇതുപോലെ ചെറിയൊരു മെഷർമെൻറ്റ് കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഒരുപാട് ലൈൻസ് ആ സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് വരച്ചു കൊടുക്കണം. വേറെ ഒരുപാട് റൂൾസൊക്കെ ഉണ്ട് മണ്ഡാലയ്ക്ക്. അപ്പോൾ ഞാനിപ്പം എല്ലാ റൂൾസും വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിവിടെ റഫായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു വലിയ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം റഫായിട്ട് കാണിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻസുള്ള സർക്കിൾസ്. ഞാൻ ഒരുപാട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് ജസ്റ്റ് ഒരു ഡിസൈൻ വരച്ച് നോക്കിയതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോയിന്റിലേക്ക് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി വലിയ പേപ്പർ ആയതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഡിസൈനും നമ്മൾ ഫസ്റ്റ് ഈ ഔട്ട്ലൈൻ പെൻസിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കട്ടിയിൽ വരക്കാതെ നേരിയതുപോലെയാണ് വരക്കേണ്ടത്. അപ്പോൾ നിങ്ങളും വരയ്ക്കുമ്പോൾ അതുപോലെ വരച്ചാൽ മതി. അപ്പം എല്ലാവരും മണ്ഡല ആർട്ടിൽ യൂസ് ചെയ്ത് കണ്ടത് ഒരു ഫൈൻ ലൈനർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പെന്നാണ്. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അധികം പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ജെൽ പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഫസ്റ്റ് സർക്കിളിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഡിസൈൻസ് നന്നായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ലൈൻസിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, അവരവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചെടുക്കുക. ശരിക്കും മണ്ഡല ആർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഹോർമോൺസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ആർട്ടാണ് മണ്ഡല. അതുപോലെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടും കൂടെയാണ്. പിന്നെ ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള ഫ്ലോറൽ ഡിസൈൻസൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഡിസൈൻസ് ഇങ്ങനെ വെറുതെ ഡ്രോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും മണ്ഡല എന്ന് പറയാൻ പറ്റില്ല. അതിന് പുറത്ത് ഞാൻ ഒരുപാട് ഡിസൈൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഗൂഗിൾ ചെയ്തിട്ടും സെർച്ച് ചെയ്തിട്ടൊക്കെ നോക്കിയതാണ് ഞാൻ വരയ്ക്കുന്ന പോലത്തെ ഫ്ലോറൽ ഡിസൈനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് ഏതാണുള്ളതെന്ന്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു മണ്ഡല ആർട്ട് ഉണ്ട് എന്നുള്ള ഇങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിച്ചു. അപ്പോൾ ഇതിന് ചിലപ്പം ഒരുപാട് റൂൾസൊക്കെ ഉണ്ടാവും. ആ റൂൾസൊന്നും ഞാനിപ്പം ഇതിൽ പറയുന്നൊന്നുമില്ല. ഞാനതിൽ കണ്ടതുപോലെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നല്ല ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാൻ നോക്കുക. നമ്മളിപ്പം ഏകദേശം ഇത്രയും ഡിസൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ഓരോരോ പാറ്റേൺസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഐഡിയാസ് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് തൊട്ട് അതിന് മുമ്പുള്ള പാറ്റേൺസിനെ യോജിച്ച ഡിസൈൻസ് തന്നെ അടുത്ത സർക്കിളും വരയ്ക്കാൻ നോക്കണം. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കാണിക്കുക എന്നാൽ വീഡിയോ ഇനിയും ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ഞാനിതെല്ലാം കൂടെ കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ ഏകദേശം ഈ ഒരു ഡിസൈൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഇത്രയും ഡിസൈൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് രാത്രിയൊക്കെ ഇരുന്ന് വരച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ ഡിസൈൻസ് വേണമെങ്കിൽ അതുപോലെ ഉൾപ്പെടുത്തുക, അല്ല ഇത് തന്നെ വരക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പം കഴിയുന്നവരും ഇതിൽ പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും ഡിസൈൻസാണ് വെച്ചിട്ടുള്ളത്. സാധാരണ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നവരുണ്ട്, അല്ലാണ്ട് ഇതേ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇടയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, കളർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്
ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ എന്തായാലും ഇതിപ്പോൾ ഇവിടെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഇറേസർ എടുത്തിട്ട് ഇതിലെ പെൻസിലിൻ്റെ മാർക്കിങ്സൊക്കെ ഒന്ന് മായ്ച്ച് കളയാം. എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലിറ്റർ പെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ ബ്രഷ് പെൻസ് അല്ലെങ്കിൽ സ്കെച്ച് പെന്ന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഒരുപാട് ഇങ്ങനെ മാർക്കിങ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അത് ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലിറ്ററെല്ലാം കൂടെ ഒരു വശത്തേക്ക് ഇങ്ങനെ ആയിട്ട് അതിൻ്റെ ഒരു ഗ്രേ കളർ മാർക്കിങ്സ് അവിടെ വരുന്നുണ്ട്. അപ്പം ഗ്ലിറ്റർ പെന്ന് യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. പിന്നെ കളർ പെൻസൊക്കെ കിട്ടുമല്ലോ, ജെൽ പെന്ന്, അതുപോലെ കളർ ഒരുപാട് വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ളതൊക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഗ്ലിറ്റർ പെൻസ് അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും. അപ്പോൾ ആ ഗ്ലിറ്റർ കുറച്ചൊക്കെ ഇങ്ങനെ ഇളകി പൊക്കോളും. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് എടുത്ത ആ ജെൽ പെൻ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ഡിസൈൻസും ഓരോ സർക്കിൾസും ഇതുപോലെ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ടിലൊക്കെ, അതായത് അതിൻ്റെ സെൻറ്റർ പാർട്ടിലൊക്കെ ഏകദേശം യൂസ് ചെയ്ത് ഗ്ലിറ്റർ പെൻ തന്നെയാണ്. പിന്നെ അതും മാത്രമല്ല ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സൊന്നും നമുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, അവൈലബിൾ ആണോ എന്ന് അറിയില്ല. അപ്പോൾ ഉള്ള ഷെയ്ഡ്സ് വെച്ചിട്ട് ഞാൻ ഗ്ലിറ്റർ പെൻ വെച്ചിട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പിങ്ക് കളർ കാണുന്നത് അതൊരു ജെൽ പെന്നാണ്. എനിക്ക് അതൊന്നു മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടും ഞാനൊന്ന് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഗ്ലിറ്റർ പെൻ ഒഴിവാക്കുക, ഇതുപോലെ ബ്രഷ് പെൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ബ്രഷ് പെന്നാണ്. ഈ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ഞാൻ ഇനിയുള്ളത് ഒക്കെ കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ യെല്ലോ തൊട്ട് ഇപ്പോൾ ചെയ്യുന്ന ഗ്രീൻ വരെ ഏകദേശം ബ്രഷ് പെൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ബ്രഷ് പെൻസ് എത്രയോ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അവരിങ്ങനെ സ്പ്രെഡ് ആയിക്കോളും. സ്കെച്ച് പെന്നിനേക്കാളും ഒരുപാട് നല്ലതാണ്. സ്കെച്ച് പെൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ഇതുപോലെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാർക്കിങ്സ് അവിടെ വരും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അങ്ങനെ മാർക്കിങ്സ് ഒന്നും വരുന്നില്ല. അതുപോലെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് സ്പ്രെഡ് ആവുമൊന്നുമില്ല. നല്ല ഒരു ടൈപ്പ് ഓഫ് കളറാണ് ഈ ബ്രഷ് പെൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ബ്രഷ് പെൻസ് വാങ്ങി നോക്കി യൂസ് ചെയ്ത് നോക്കുക. വളരെ നല്ല ഒരു ഓപ്ഷനാണിത്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കളേഴ്സും അതിനകത്ത് ഒരുപാട് പാറ്റേൺസും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം വരച്ച ആ ഡിസൈൻസ് കൂടാതെ നമ്മളിതിൽ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ജെൽ പെൻ വെച്ചിട്ട് ഒരുപാട് പാറ്റേൺസും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലൂവിലൊക്കെ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ ഇപ്പോൾ കാണിച്ചത് റെഡ് കളർ അപ്ലൈ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒരു ഷൈനിങ് ഉള്ളതുപോലെ ഒരു 3D ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് വൈറ്റ് പാർട്ട് അങ്ങനെ തന്നെ വിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ഉണ്ട് നമ്മളുടെ ഡിസൈൻ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബ്രഷ് പെൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡാണ്. ഇത് ഞാൻ ഇവിടെ തന്നെയുള്ളൊരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഈ കളേഴ്സാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏകദേശം 14 കളേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഏകദേശം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജെൽ പെന്നും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഗ്ലിറ്റർ പെൻസ് നല്ലൊരു ലുക്കാണ് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഗ്ലിറ്റേഴ്സ് കുറച്ചൊക്കെ ഇങ്ങനെ ഇളകി പോയിക്കോളും. അപ്പോൾ ഒരുപാട് ഉണ്ടാകുന്ന സമയത്താണ് അതിങ്ങനെ നീങ്ങി ഒരു ഗ്രേ കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. മണ്ഡല ആർട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശരിക്കും ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ഇടാത്തത് കുറച്ച് തിരക്കായി പോയത് കൊണ്ടാണ്. സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെ വെച്ചിട്ടാണ് ഒരുപാട് വീഡിയോസ് എടുത്തു വെക്കുന്നത്. ഇപ്പോൾ തീരെ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അങ്ങനെ ഒഴിവിട്ട് നേരത്തെ ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. താങ്ക്